ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ANM വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ഉച്ചയൂണിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഊണെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി ഇടണമല്ലോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മട്ടയരിയാണ്. മട്ടയരി നന്നായി കഴുകി വേവാൻ വയ്ക്കാം. മട്ടയരി കൊണ്ടുള്ള ചോറിന് ഒരു പ്രത്യേക രുചിയുണ്ട്, പ്രത്യേകിച്ച് അത് ചൂടോടെ കഴിക്കുമ്പോൾ. പിന്നെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ മെയിൻ താരം ചിക്കനാണ്. അപ്പോൾ നമുക്കിനി ചിക്കൻ റെഡിയാക്കാം. ഇന്ന് ചിക്കൻ റോസ്റ്റാണ്. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമമാണ്. അതുകൊണ്ട് എല്ലാം ആഡ് ചെയ്ത് കുറച്ച് നേരം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതാകുമ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. പിന്നെ ഈ സീൻ കാണുമ്പോൾ ചിക്കൻ സാമ്പാർ വെക്കാനാണോ എന്നൊന്നും കരുതണ്ട. ഇന്ന് സാമ്പാർ കൂടിയുണ്ട്. അതിനു വേണ്ടി പരിപ്പും അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ സാമ്പാർ എന്ന് പറയുന്നത് ഒരു ഈസി പരിപാടിയാണ് കേട്ടോ. എല്ലാം കൂടെ കുക്കറിൽ വെച്ച് 2 വിസിൽ, അപ്പോഴത്തേക്കും സാമ്പാർ റെഡിയാവും. പിന്നെ സാമ്പാറിൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ പരീക്ഷണങ്ങളൊന്നും നടത്താറില്ല. ഒരു നല്ല സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ എൻ്റെ ജോലി വളരെ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്യുന്നത് സാമ്പാർ പൊടിയാണ്. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ മാത്രം. പിന്നെ പരിപ്പും പച്ചക്കറികളും നന്നായി വെന്ത് സാമ്പാർ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടുക്കള മുഴുവൻ ആ മണമാണ്. ആ സമയത്ത് വിശപ്പില്ലാത്ത ആളിന് പോലും കുറച്ച് വിശപ്പ് തോന്നും. പിന്നെ അവസാനം ഇതൊന്ന് താളിച്ചിടാം. സാമ്പാറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ താളിക്കലാണല്ലോ. അപ്പോൾ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം തീ കുറച്ച് വെച്ചാണ് റോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മസാല കരിയാതെ ചിക്കനെ നന്നായി പിടിക്കും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് മറിച്ചിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്യാം. പതിയെ നിറം മാറി ബ്രൗൺ കളർ വരാൻ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഞാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചോറും സാമ്പാറും ചിക്കൻ റോസ്റ്റും റെഡിയായി. ഇനി വിളമ്പാൻ മാത്രമാണ് ബാക്കി. ചൂട് ചോറിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ച് കൂടി ഒരു ചിക്കൻ റോസ്റ്റും. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു സിമ്പിൾ ഉച്ചയൂണിന്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തരണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.